ഞങ്ങളിപ്പോൾ പത്തനാപുരം മണ്ഡലത്തിലെ തലവൂരാണ്. മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഗണേഷ് കുമാർ, ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയെ നേരിട്ട് കണ്ട് അനുഗ്രഹം തേടി. മണ്ഡലത്തിൽ ഗണേഷ് കുമാറും UDFന്റെ ജ്യോതികുമാർ ചാമക്കാലയും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ്. ആര് ജയിക്കും? പ്രതികരണങ്ങൾ ഇങ്ങനെ. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് സരസ്വതി. പത്തനാപുരം ഇക്കുറി ആര് ജയിക്കും? പത്തനാപുരം ഇക്കുറി ഗണേഷ് കുമാർ തന്നെ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ഈ 25 വർഷം കൊണ്ട് അങ്ങ് മന്ത്രി ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ കാര്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് വെട്ടിക്കുള്ള സ്കൂളിലാണെങ്കിൽ ആ തിണ്ണയെ വരാതെ പോയിരുന്ന് ചോർന്നൊഴിച്ച് ഇരിക്കുന്ന സ്കൂളിലാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. ആ അന്നത്തെ വിദ്യാഭ്യാസം ഇപ്പം പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം തമ്മിൽ എന്തൊരു വ്യത്യാസം ഉണ്ടെന്ന് അറിയുമോ? സാധാരണക്കാരുടെ പിള്ളേർക്ക് വരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം പഠനവും സൗകര്യങ്ങളും കിട്ടുന്നുണ്ട്. ആഹാരത്തിന് ആഹാരമായാലും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കട്ടയിലേക്കകത്ത് ഇത്രയും ഉപ്പുമാവാ. ആ രംഗമൊന്നും വരരുതെന്നാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞ സാധാരണക്കാരുടെ മക്കൾ പോലും പിന്നെ നല്ല രീതിയിലാണ് വിദ്യാഭ്യാസം ചെയ്യുന്നതും. അതുപോലെ തന്നെ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികമായാലും പഠനമായാലും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കാത്ത പിള്ളേരൊക്കെ പുറകെ ചെന്നിരിക്കും. അധ്യാപകർ അവരെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. പഠിക്കുന്ന 2-3 പിള്ളേർ കാണും, അവരെ മാത്രമേ ശ്രദ്ധിക്കൂ. ഇപ്പം അങ്ങനെയാണോ? ഇപ്പം അങ്ങനല്ല. സാധാരണക്കാരുടെ പിള്ളേരൊക്കെ നല്ല മികച്ച വിദ്യാഭ്യാസം ടീച്ചർമാരും തരുന്നുണ്ട്. ഇതുപോലെ മുന്നോട്ട് പോകണമെന്ന് മണ്ഡലം അടിമുടി മാറ്റം വരുത്തിയിട്ടുണ്ട് മണ്ഡലത്തിൽ. പിന്നെ ഏതൊരു കാര്യത്തിനാ നമ്മള് ഒരു സ്ഥാപനത്തിലോട്ട് ചെന്നാൽ പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് അതാണ് കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ല. ഒരു മുറിയില്ല. ഇപ്പം വേണ്ട, നമ്മുടെ മാത്രം നേട്ടം കൊണ്ട് ജനങ്ങളുടെ ഗണേഷ് കുമാർ തന്നെ ഉറപ്പാണ്. 100% ഉറപ്പാ. അതിനൊരു മാറ്റമില്ല. LDF ഭരണത്തിൽ തിരിച്ചു വരുമോ? വരും. വരാതെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിനായാലും എല്ലാ കാര്യത്തിനും ഇതുപോലെ വേറൊരാൾ പറ്റത്തില്ല. സാധാരണക്കാർക്ക് കൈത്താങ്ങ് LDF സർക്കാരാണ്. പത്തനാപുരത്ത് ആരാണ് ഇക്കുറി ജയിക്കുക? ഗണേഷ് സാർ. എന്തുകൊണ്ടാണ് ഗണേഷ് ജയിക്കുന്നത് പറയുന്നത്? അങ്ങേരുടെ മാവത്തിൽ നല്ല പ്രവൃത്തിയായിരുന്നു. നല്ല രീതിയിൽ അയാൾ എല്ലാ രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. ആ നല്ല മനുഷ്യനായതുകൊണ്ട് അങ്ങേര് ജയിക്കും. അങ്ങേര് ജയിക്കണം, അങ്ങേര് ജയിപ്പിക്കും തീർച്ചയായിട്ടും. 6ാം തവണയാണ് മത്സരിക്കുന്നത്. അങ്ങേര് ജയിക്കും. എനിക്ക് വീടൊന്നുമില്ല, അങ്ങേര് വീട് വെച്ച് തരണം. അങ്ങേര് ജയിക്കണം, ജയിക്കും. എന്താ ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് സിന്ധു. ഇക്കുറി പത്തനാപുരത്ത് ആര് ജയിക്കും? അത് സംശയമില്ലല്ലോ, നമ്മുടെ മന്ത്രിയല്ല ജയിക്കും. എന്തൊക്കെ ഗുണങ്ങളാണ് ഗണേഷ് കുമാറിനുള്ളത്? എന്തുകൊണ്ടാണ് ഗണേഷ് കുമാർ തിരിച്ചു വരുന്നത്? ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നമ്മുടെ ഇതില് വാളാത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം അതിനുള്ള ബസ്സുകൾ ഇപ്പം തന്നെ ആദ്യമൊക്കെ 2 ബസ്സുകളായിരുന്നെങ്കിൽ ഇപ്പം തുടർച്ചയായിട്ട് ബസ് വരുന്നുണ്ട്. അന്നേരം ആ യാത്രാക്ലേശം എല്ലാം മാറി. ഇനിയും എൻ്റെ അഭിപ്രായത്തിൽ പത്തനാപുരത്തുനിന്നോ പത്തനംതിട്ടയിൽ നിന്നോ ഇനിയും ഫാസ്റ്റ് തിരുവനന്തപുരത്തേക്ക് ഇട്ടാൽ യാത്രാ സൗകര്യം ഒത്തിരി കൂടെ മെച്ചപ്പെടും. എന്നുവെച്ചാൽ ഞാൻ ഇന്ന് രാവിലെ നോക്കി, അന്നേരം ബസ്സിൽ നിറച്ച ആളുകളായിട്ടാണ് തിരുവനന്തപുരം പോകുന്നത്. അന്നേരം ഒരു 8 മണി കഴിഞ്ഞുള്ള സമയത്ത് അപൂർവമായിട്ട് ബസ്സുള്ളൂ വാളാത്ത് കഴിഞ്ഞിറങ്ങി. ആ ഒരു ടൈമിലൂടെ 1-2 ബസ് ഇട്ട യാത്രാക്ലേശം ഒരുപാട് ഒഴിവാകും. അപ്പൊ ഇക്കുറി മാറ്റമില്ല, ഒരിക്കലും ഇല്ല. ഇടത് സർക്കാർ തന്നെ വരും. അങ്ങനെ തന്നെ വരണമല്ലോ. എന്തുകൊണ്ടാണ് ഇടത് സർക്കാർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത്? കാര്യം നമ്മൾ പാവപ്പെട്ടവർക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള പല കാര്യങ്ങളും LDF സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ പെൻഷന്റെ കാര്യം ഏറ്റവും കൂടുതൽ എനിക്ക് തന്നെ അറിയാം. എൻ്റെ വീട്ടിൽ തന്നെ ആയാലും പ്രായമായ ആളുകളുണ്ട്. അവർ മരുന്നിനെ എല്ലാം ആശ്രയിക്കുന്ന എല്ലായ്പ്പോഴും മക്കളെ ഒന്നും ആശ്രയിക്കാൻ ഒക്കത്തില്ല. അവരുടെ കയ്യിൽ 1000-2000 രൂപ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവരിങ്ങനെ നോക്കിയിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. എന്നോട് എന്നും ചോദിക്കുന്നു, എടി വരാറായോ, പെൻഷൻ വരാറായോ എന്ന്. അവർക്ക് ഒന്നിൻ്റെ കുറവുകൊണ്ടല്ല, പക്ഷെ
അവരുടെയൊക്കെ സ്വന്തമായിട്ടൊരു അത്രയും പൈസ എടുക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യം. അതുകൊണ്ട് ഇനി ഇടത് സർക്കാർ വന്നെങ്കിൽ മാത്രമേ അത് തുടർച്ചയായിട്ട് കിട്ടത്തുള്ളൂ. ഇത് ഒറ്റ മാസം പോലും മുടക്കമില്ലാതാണ് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഇടത് സർക്കാർ തന്നെ വരണം. എന്താ ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് മാത്യു. പത്തനാപുരത്ത് ഇക്കുറി ആര് ജയിക്കും? പത്തനാപുരത്ത് ഇപ്പൊ ടൈറ്റ് മത്സരം നടക്കുന്നത്. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റുന്ന കണ്ടീഷനാണ്. കഴിഞ്ഞ തവണ ഇല്ലാത്ത എന്താണ് ഇത്തവണ ഉള്ളത്? ജ്യോതികുമാറും ഗണേഷ് കുമാറും തന്നെയാണല്ലോ നേരത്തെ. ജ്യോതികുമാർ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് തുടർച്ചയായിട്ട് മണ്ഡലത്തിൽ തന്നെ ഉണ്ട്. ആ. ഗണേഷ് കുമാർ MLA ആയിട്ട് മന്ത്രിയായതിനു ശേഷം മണ്ഡലത്തിൽ കിട്ടാനേ ഇല്ല. അപ്പൊ ഇക്കുറി പുള്ളി തിരക്കില്ല. ഇക്കുറി ആർക്കാണ് സാധ്യത? ആയിരിക്കാം പ്രാവശ്യം അതല്ലേ പറയാം, ഒന്നും പറയാൻ പറ്റുന്ന കണ്ടീഷനാണ്. കാരണം നമ്മള് പ്രവചിക്കാൻ പറ്റത്തില്ല. രണ്ടുപേരും കിട്ടക്കിട നിൽക്കുക. അപ്പൊ അനായാസ ജയം ഗണേഷ് കുമാറിന് ഇല്ല എന്നാണ് പറയുന്നത് അല്ലെ? ഇത്തിരി ടൈറ്റാ. പഴയ പോലെ ഉള്ള ഇമ്പാക്ട് ഇല്ല ഗണേഷ് കുമാർ. ജ്യോതികുമാർ 6ാം തവണയാണ്. അതെ, 6 തവണ. ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. വികസനം ഒന്നും വന്നില്ലേ മണ്ഡലത്തില്? വികസനം കുറെ ആട്ടോക്കാരെയും തൊഴിലാളികളെയൊക്കെ ബുദ്ധിമുട്ടിച്ചെന്നേ ഉള്ളൂ. കാരണം കുറെ വണ്ടികൾ ബൈ റൂട്ടിലൊക്കെ വിട്ട് ഓട്ടോക്കാർക്കുള്ള എല്ലാം അന്നം മുട്ടിച്ചു. അതാണ് മെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇക്കുറി സാധ്യത പറയുന്നില്ല. സാധ്യത പറയാൻ പറ്റുന്ന പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തോട് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റത്തില്ല. എന്റെ പേര് ജയരാജ്. ഞാനിവിടെ ആര് ജയിക്കും? പത്തനാപുരത്തെ ഗണേഷ് കുമാർ തന്നെ ജയിക്കും. കാരണം അത്രയും നല്ല വികസനങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. ഒരു 25 വർഷക്കാലം കൊണ്ട് മേലിലെ പഞ്ചായത്തിൽ എന്റെ അനുഭവത്തിൽ പറയാം ഏതാണ്ട് 40 അംഗൻവാടി ഹൈടെക് ആക്കി. അതുപോലെ തന്നെ സ്കൂളുകൾ ഈ മേലിലെ പഞ്ചായത്തിലെ LPS UPS സ്കൂളുകൾ തന്നെ നല്ല നിലവാരത്തിൽ എത്തിച്ചു. അതുപോലെ വെട്ടിക്കവല ഗവൺമെന്റ് സ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ നല്ല നിലവാരത്തിൽ 4 നില കെട്ടിടം. അതുപോലെ LPSന്റെ സ്കൂള്, ചെറിയ സ്കൂള്, അത് നല്ല നിലവാരത്തിൽ എത്തിച്ചു. അപ്പോൾ ഇത്തരം നല്ല വികസനം ചെയ്യുന്ന ഒരാൾ വേണം ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മൾ പുതിയൊരാളിനെ വെച്ച് പരീക്ഷിച്ചിട്ടുള്ള വികസനം മുരടിപ്പിക്കാനല്ല നമുക്ക് നോക്കുന്നത്. ആദ്യമായിട്ട് തന്നെ പുള്ളി ഇവിടെ മത്സര രംഗത്തിറങ്ങുമ്പോൾ ആദ്യം അദ്ദേഹം വാഗ്ദാനം ചെയ്തത് കമുകഞ്ചേരി ക്ഷേത്രത്തിന് മുന്നിലുള്ള പാലമായി. അദ്ദേഹം ആദ്യമായിട്ട് ജയിച്ചപ്പോൾ തന്നെ അദ്ദേഹം ആ പാലമാണ് പണി ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് നാട്ടുകാർ. ഇപ്പം ഏതാണ്ട് എൻ്റെ അറിവിലാണെങ്കിൽ ഒരു 8ൽ കൂടുതൽ പാലങ്ങൾ ഇപ്പോൾ കല്ലടയാറിന് കുറുകെയുള്ള പാലങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരെണ്ണത്തിന് പണി നടക്കുന്നതായിട്ട് നമ്മൾ അറിയും. അപ്പോൾ ഇത്രയും നല്ല വികസനം ചെയ്യുന്ന മേലിലെ പഞ്ചായത്തിലായാലും വെട്ടിക്കവല പഞ്ചായത്തിലായാലും വിവിധ പഞ്ചായത്ത് തലവൂര് ഇങ്ങനെ പട്ടാഴി വിവിധ പഞ്ചായത്തുകളിലും നമ്മൾ നേരിട്ട് പരിശോധിക്കപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നമുക്ക് തൊട്ടപ്പുറത്തൊരു ചെറിയ സ്കൂളുണ്ട്. അവിടുത്തെ ഇപ്പോഴത്തെ നിലവാരം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നല്ല വികസനം ചെയ്യുന്ന ഒരാൾ ആര് ഗണേഷ് കുമാർ ആയിക്കോട്ടെ വേറൊരാളായിക്കോട്ടെ, പക്ഷെ നമ്മുടെ അനുഭവത്തിൽ ഇപ്പോൾ ഗണേഷ് കുമാർ എന്ന് പറയുന്ന നേതാവാണ് ഇപ്പോൾ വികസനത്തിൽ ഒരു പടി മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ പത്തനാപുരം താലൂക്കിലും പത്തനാപുരം മണ്ഡലത്തിലും ഗണേഷ് കുമാർ തന്നെ ഇനിയും MLA ആയി അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്ത് ഇതേപോലെ നല്ല കൃത്യമായി ചെയ്യുന്നൊരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ടില്ല. കാരണം നമുക്കറിയാം 2.5 വർഷക്കാലം മുമ്പ്, ഈ 5 വർഷത്തിനകത്ത് 2.5 വർഷക്കാലം മുമ്പ് അതിനു മുമ്പ് KSRTC ഏതാണ്ട് നഷ്ടത്തിലും അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം എത്തിയപ്പോഴും പുള്ളിയെ ദയിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് നല്ല നിലവാരത്തിൽ യാത്രയ്ക്ക് ജനങ്ങൾക്കായാലും മറ്റു വാഹനങ്ങൾക്കായാലും പുതിയ വാഹനങ്ങളുണ്ട് പരീക്ഷിച്ച് ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന തരത്തിലുള്ള നേതാക്കൾ ഇനിയും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുതിയ ഒരാളെ വെച്ച് നമുക്ക് പരീക്ഷിക്കാൻ താല്പര്യമില്ല. എന്റെ പേര് മണി. പത്തനാപുരത്ത് ആര് ജയിക്കും ഇക്കുറി? ഒന്നും പറയാൻ ഒക്കത്തില്ലല്ലോ, നമ്മളെങ്ങനെ പറയണേ. ഗണേഷ് കുമാറും ജ്യോതികുമാർ ചാമക്കാലൊക്കെയാണ് കളത്തിലുള്ളത്. അപ്പൊ ഗണേഷ് കുമാർ വേണോ ജ്യോതികുമാർ ചാമക്കാല വേണോ? ഗണേഷ് കുമാർ കാണും. ഗണേഷ് കുമാർ കാണും. ഞങ്ങൾ അറ്റത്തുള്ളവരില്ലേ, എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഓടിച്ചെന്ന് പറയാം. ആരും കാണണ്ട, പാർട്ടിക്കാരെ വിളിക്കണ്ട, ഒന്നും വേണ്ട. അതല്ലേ നമുക്ക് പറ്റിയ കാര്യം. ഈ ചാപ്പക്കാലെ ജയിച്ചാലേ എത്ര പേരെ കാല് പൊടിക്കണം, ഒന്ന് കാണണമോ, ഒന്ന് സംസാരിക്കണം, ഇതൊന്നും വേണ്ട. അങ്ങോട്ട് ഓടിയാൽ കൂടിയല്ല. അച്ഛനാട്ടോ ചെന്നാലും എത്ര പോലീസ് ചെന്നാലും ആളത്തുനിന്ന് പറഞ്ഞാൽ കയറ്റി വിടും. ആള് കഴിച്ചോട്ടെ. പിന്നെ ആര് കഴിച്ചാലും നമ്മൾ കഷ്ടപ്പെട്ട നമ്മൾ കഴിയാനോ. അപ്പൊ വോട്ട് ഗണേഷ് കുമാറിന് തന്നെ? അത്രേ ഉള്ളൂ, ഒരു മാറ്റവും ഇല്ല. ഇല്ല, ഞങ്ങൾ അയൽവാസികളാ, അത്രേ ഉള്ളൂ. എൻ്റെ പേര് ജോസ്. എത്ര വർഷം ഇവിടെ കടക്ക്? 8 കൊല്ലമായി. പത്തനാപുരമൊക്കെ നല്ലപോലെ പത്തനാപുരം കുറേയൊക്കെ അറിയാം. പിന്നെ
പത്തനാപുരത്ത് ആര് ജയിക്കും ഇക്കുറി? ഈ ഗണേഷ് കുമാർ ജയിക്കാനാണ് സാധ്യത. പുള്ളി എല്ലായിടത്തും ഉണ്ടല്ലോ, അതുകൊണ്ട് ഗണേഷ് കുമാർ ജയിക്കാനാണ് സാധ്യത. പിന്നെ രണ്ടുപേരും നല്ല ടൈറ്റ് മത്സരമാണ് അവിടെ. നമുക്കാരെയും മോശമൊന്നുമല്ല, നല്ലൊരു മത്സരമാണ്, ടൈറ്റ് മത്സരമാണ് പത്തനാട് സംബന്ധിച്ച്. എന്നാലും ജയം ആർക്കായിരിക്കും ഒടുവിൽ? ജയം ആർക്കാണെന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ ഇത് നോക്കിയാൽ ടൈറ്റ് മത്സരം, നല്ല രീതി ടൈറ്റായിട്ട് മത്സരം. രാമക്കാലയ്ക്കും ഗണേഷ് കുമാറും ഒരേപോലെ പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഗണേഷ് കുമാറിനാണ് ഒരു മുൻതൂക്കം. മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ പത്തനാപുരമാക്കിയത് ഗണേഷ് കുമാറാണ്. അത് ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. പത്തനാപുരത്തെ നാട്ടുപത്തനാപുരമാക്കിയത് ഗണേഷ് കുമാർ തന്നെ. ഇനി വരുന്ന ആളിന് ഇങ്ങനെയാണെന്ന് അറിയത്തില്ല, ആര് വന്നാലും. വികസിക്കണം, വികസനം വേണം നമുക്ക്, അതാണ് ഏറ്റവും നല്ലത്. ആ വികസനം ഇപ്പൊ നടക്കുന്നുണ്ട്. കുറേയൊക്കെ നടക്കുന്നുണ്ട്, ഇനി നടക്കാനുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഗണേഷ് കുമാർ തുടർന്ന് പോവുകയാണെങ്കിൽ നടക്കും. മറ്റൊരു വന്നിട്ട് ഇങ്ങനെ നമുക്കറിയത്തില്ലല്ലോ. അടുത്ത ഭരണം 10 കൊല്ലം കൊണ്ട് മറ്റേ വരിക്കുന്നത്. ഇനി അടുത്ത ഇത് വരുമ്പോൾ ഞാൻ അറിയത്തില്ല. പേരെന്താണ്? പേര് മഹേഷ്. പത്തനാപുരം ട്രെൻഡ് എങ്ങനെയാണ് പത്തനാപുരത്തെ? ഇതിനകത്ത് ട്രെൻഡ് എൻ്റെ രീതി നോക്കുവാണെങ്കിൽ നമ്മൾ ഇത് കണക്ക് കൂട്ടി നോക്കുവാണെങ്കിൽ ഇവിടെ ചാമക്കാല ജയിക്കണം, ഇനിയൊരു മാറ്റം വരണം ഇവിടെ, അങ്ങനെയുള്ള നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് എന്തോന്നും പറയാനില്ല. ഒരുപാട് വികസനങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സാറ്, ചെയ്തിട്ടില്ല നമ്മൾ ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല. എന്നാലും ഇവിടെ കറക്റ്റായിട്ടും ഇനിയെങ്കിലും ഒരു മാറ്റങ്ങൾ വരണ്ടേ, അതേ നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ എന്തുപോലെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. വികസനം ഗണേഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു, അപ്പൊ മാറ്റം വേണമെന്ന് പറയുന്നു. മാറ്റം വേണം ഇനിയെങ്കിലും. ഇനിയിപ്പോ 4-5 വട്ടം പോയി ജയിച്ചു പോയില്ല, ഇനിയിപ്പോ ഒരു പുതിയൊരു ഇത് വരണ്ടേ. ഇപ്പൊ പിള്ളേർക്ക് ഒരേ ട്രെൻഡ് വരുന്നതിന്റെ കൂടെ ഓരോ അതങ്ങനെ ഇനി ഇങ്ങനെ എന്നും ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നോണ്ട് കാര്യമില്ലല്ലോ. അതുള്ള കാര്യങ്ങളും ഉണ്ട്, അല്ലാതുള്ള കാര്യങ്ങളില്ല. ഇപ്രാവശ്യം ടൈറ്റ് ഫൈറ്റ് ആണ് ഇവിടെ. ആന്നാന്ന് അത് സത്യം. എങ്ങനെ ചാമക്കാലൊക്കെ എങ്ങനെയാണ് സാധ്യത കൽപ്പിക്കുന്നത്? അത് എന്ന് പറഞ്ഞാൽ ഒരുവിധം ഭൂരിപക്ഷം ആൾക്കാരെല്ലാരും നല്ല സപ്പോർട്ട്. ഇപ്പം നമ്മുടെ ഒരു അറിവ് നമ്മൾ രാവിലെ കമ്പോളത്ത് ഇറങ്ങിയാലും അല്ലായാലും പൊതുവായാലും നമ്മൾ പറയുന്നുണ്ട്, എല്ലാരും പല ഇത് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നെങ്കിലും പിന്നെ ഒരു സപ്പോർട്ട് ആര് ജയിക്കുന്നുള്ള ഇതാ പറയുന്നത്, ആരാ ചാമക്കാല ജയിക്കുന്ന നമ്മുടെ ഒരു ഇത് നിലപാടി പറയുന്നത്. 5 വർഷമായിട്ട് ചാമക്കാല ഇവിടെ പത്തനാപുരത്ത് ഭാഗങ്ങളുടെ റൂം പല ആൾക്കാരും പറയുന്നത് അയാളെ കാണണമെങ്കിൽ പിന്നെ ചാമക്കാലെ പോകണം, ഗണേശനെ കാണണമെങ്കിൽ പത്തനാപുരത്ത് പോയാൽ മതി. എല്ലാം ഇപ്പൊ ആരായാലും ആര് ജയിച്ചാലും വിടങ്ങൊന്നുമില്ല. സാധാരണപ്പെട്ട നമ്മളായാലും ഇതുകൊണ്ട് മരത്തിന്റെ വീട്ടിൽ വന്നിരിക്കാനേ പറ്റത്തുള്ളൂ. നമ്മളെ ഒരു ദിവസത്തെ പണി മെനക്കെട്ട് നമ്മൾ പോയി ഒരു വോട്ട് കൊടുക്കുന്ന ഒരു ഇതേ ഉള്ളൂ. ശരിക്കും LDF ആണോ UDF ആണോ? ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ. എന്നാലും ഒരു മാറ്റങ്ങൾ വരണമെന്നുള്ള ഞാൻ ഇതേ പറയുന്നുള്ളൂ. കോൺഗ്രസ്സുകാർ പറയുന്നത് ചാമക്കാലേനെ കോൺഗ്രസ്സുകാരനെ തോൽപ്പിക്കുന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരും അവരെല്ലാം ഇപ്പൊ തിരിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി നിൽക്കുക. അപ്പൊ ഒരു അമ്മമാരുടെ അടുത്ത് ചോദിച്ചാൽ ഞങ്ങൾ ഇപ്പൊ എന്റെ വീട്ടിൽ അമ്മ പിന്നെ എന്റെ വൈഫിന്റെ അടുത്ത് ചോദിച്ചാൽ അവര് പറയുന്നത് അവര് തിരിച്ച് ചെയ്യുന്നുള്ളൂ. ഞാൻ ഇത് തിരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തുവെന്നാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഒരു മാറ്റം വരട്ടെ എന്ന് നമ്മൾ എന്റെ ഒരു പൊതുവെയുള്ള അഭിപ്രായം. നമ്മൾ വോട്ട് കൊടുക്കും, നമ്മൾ ഗണേശന് നമ്മൾ വോട്ട് കൊടുക്കുന്നുള്ള അത് വേറെ സത്യം. എന്നാലും ഒരു മാറ്റം വരണമെന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ നമുക്ക്. അത്ര പറയാനുള്ളത്. ഇങ്ങനെ വോട്ടർമാരൊക്കെ ചിന്തിച്ചാൽ എങ്ങനെയാണ് ഗണേശ് മറ്റേ ചാമക്കാല ജയിക്കാൻ പോണത്? അതെന്താ ചാമക്കാല ജയിക്കുന്ന എല്ലാവരും ഒരു ഇത് എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ ചാമക്കാലയ്ക്ക് നമ്മൾ വോട്ട് കൊടുക്കുക. നമ്മുടെ വോട്ട് പോകുന്നില്ല, അത് വേറെ സത്യം.